എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയാൻ ഞാൻ. എൻ്റെ പേര് റോസ്ലി സെബാസ്റ്റ്യൻ. ഞാൻ കൊച്ചി കുമ്പളങ്ങിയിൽ നിന്ന് വരുന്നത്. എനിക്ക് കിട്ടിയ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് അമ്മ മാതാവ് എനിക്ക് ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന. അതിൽ 3-4 പ്രധാനമായിട്ട് എനിക്ക് കിട്ടിയത് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പല പ്രാവശ്യവും പറയാൻ പറ്റാതെ ഞാൻ തിരിച്ചു പോയിട്ടുണ്ട്. കഴിഞ്ഞ 2019 ഞാൻ ആദ്യം വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 6 കാര്യങ്ങൾ വെച്ചതിൽ 5 കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. പക്ഷേ എനിക്ക് നന്ദി പറയാൻ സാധിച്ചില്ല. കൊറോണയൊക്കെ വന്ന് പിന്നെ ഒരുപാട് ഇതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്ന കാരണം എനിക്ക് വരാൻ പറ്റിയില്ല. ഈ കഴിഞ്ഞ ഒക്ടോബർ 5-ാം തീയതി ഞാൻ 2ാമത് വന്ന് ഉടമ്പടി എടുത്ത്. ആ ഉടമ്പടിയിൽ ഞാൻ ആദ്യമായിട്ട് വെച്ച നിയോഗം 30-35 വർഷത്തോളം ഞങ്ങൾക്ക് വഴി പാസ്സാകും, സഞ്ചാരയോഗ്യമായൊരു വഴി ഞങ്ങൾക്കില്ലായിരുന്നു. ആ വഴി പഞ്ചായത്തിൽ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ഓരോ മെമ്പർമാരും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യും, വഴിതരാമെന്ന് പറഞ്ഞ് ഈ വർഷം ശരിയാക്കി തരാമെന്ന്. പക്ഷേ അവർ പല കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങളുടെ വഴി ഞങ്ങൾക്ക് ഒരു റോഡായിട്ട് സാധിച്ചു തരികയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഉറപ്പ് പറഞ്ഞ് അതിനായിട്ട് മെമ്പർ പ്രവർത്തിക്കുകയും ചെയ്തു നന്നായിട്ട് ഞങ്ങൾക്ക് വേണ്ടി. പക്ഷേ കോൺട്രാക്ടർമാർ കോൺട്രാക്ട് എടുക്കാനായിട്ട് താല്പര്യപ്പെടില്ല. കാരണം അവർക്ക് നഷ്ടം വരും അത് എടുത്താൽ, ആ വഴി എടുത്താൽ, ആ കോൺട്രാക്ട് പിടിച്ചാലത്. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ അത് ടെൻഡർ വെക്കാൻ പറ്റണില്ല, ഞങ്ങൾക്ക് ഫണ്ട് പാസ്സായിട്ടും അത് ലാപ്സായി പോകാമെന്നുള്ള ഒരു ഇത് വന്ന് ഞാൻ ഉടനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിനിടയ്ക്ക് ഈ വഴിക്ക് വേണ്ടിയിട്ട് പരാതി, വെള്ളക്കെട്ടുണ്ടാകും, ഞങ്ങൾക്ക് വഴി തന്നാൽ റോഡ് വന്നാൽ ഇപ്പുറത്ത് താമസിക്കുന്ന വീട്ടുകാർക്കൊക്കെ വെള്ളത്തിലായി പോവും, ഒഴുകിപ്പോകാൻ സ്ഥലമില്ല, തോട് നിവർന്നാൽ, ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ പല തടസ്സങ്ങൾ വന്ന് ഞാൻ ഉടനെ ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ പറഞ്ഞ് പുതുക്കാനായിട്ട് പറ്റൂല, ഇനി 2ാമത് പുതിയതെടുക്കണമെന്ന് പറഞ്ഞു. പുതിയ ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എല്ലാവരും കൂടി അതിന് തീരുമാനമെടുത്ത് ഒരു മീറ്റിങ്ങൊക്കെ കൂടി, പരിസരവാസികളും പഞ്ചായത്തിൽ നിന്നുള്ള എല്ലാവരും കൂടി ഒരു മീറ്റിങ്ങൊക്കെ കൂടി അതിനൊരു തീരുമാനമെടുത്ത് അത് എത്രയും വേഗം ആവശ്യമാണ്, അത് ശരിയാക്കാൻ തരാമെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ പിറ്റേ ആഴ്ച തന്നെ ഉദ്ഘാടനവും നടന്ന് അതിൻ്റെ ഒരു കോൺട്രാക്ടർ പെട്ടെന്ന് അതിന് റെഡിയായി. അത് മാതാവ് കൊണ്ടുവന്നൊരുക്കി തന്നാണെന്ന് തീർത്ത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ടെൻഡർ വെച്ച് ആ കോൺട്രാക്ടർ അതെടുത്ത് ആ പണി ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടം വരെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, റോഡിൻ്റെ. അപ്പം അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും, എനിക്ക് മാതാവിനോട് നന്ദി പറഞ്ഞാലോ തീരാത്തൊരു ഇതാണ്. കാരണം ഈ വഴി കൂടി പോയിരുന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഒരിക്കലും വഴി കിട്ടിയില്ലെന്ന് പറഞ്ഞു, ഒരിക്കലും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഓടി അമ്മയുടെ അടുത്ത് വന്ന് എൻ്റെ സങ്കടം അമ്മ കേൾക്കുകയും ചെയ്ത്. 2ാമത്തത് 19 കിട്ടിയ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട 30 ഇതുപോലെ വർഷത്തോളമായി ഞങ്ങളുടെ വീടും പറമ്പിൻ്റെ പോക്കുവരത്ത് നടക്കാൻ പറ്റണില്ല. അത് ഞങ്ങളുടെ മുതലാളി തന്നെ 3 സെൻറ്റ് സ്ഥലം ഞങ്ങൾ കുടികിടപ്പ് കൂടാതെ 3 സെൻറ്റ് സ്ഥലം കൂടുതൽ വാങ്ങിച്ചിട്ട് ആ സ്ഥലം മുതലാളി ഞങ്ങൾക്ക് വിറ്റത് അമ്മയുടെ സ്ഥലമായിരുന്നു. അത് അമ്മേനെ അറിയിക്കാതെ പുള്ളിക്കാരൻ അങ്ങയുടെ സ്വന്തമാണെന്ന് പറഞ്ഞ ആധാരത്തിൽ എഴുതി ഞങ്ങൾക്ക് വിളിക്കുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് മുതലാളിയും മരിച്ച്, അമ്മയും മരിച്ച്, എല്ലാവരും മരിച്ച്, പോക്കുവരത്ത് നടത്താനായിട്ട് ചെന്നിട്ട് ഞങ്ങൾക്ക് പറ്റണില്ല. അന്നേരം ഞാൻ ഇതുപോലെ തന്നെ മാതാവിൻ്റെ ഉടമ്പടി കാശുമായിട്ട് പല പ്രാവശ്യം നടന്നിട്ടും പറ്റണില്ലായിരുന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ മാതാവിൻ്റെ ഉടമ്പടി കാശുമെടുത്ത് ആധാരം എഴുത്തുകാരൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ചേച്ചി ഇനി ഇത് സാധിക്കില്ല, അതൊക്കെ നേരത്തെ ചെയ്യേണ്ടിയിരുന്നു, ഇപ്പം ഡിജിറ്റൽ ഇതാണ്, ഇന്ന് നടക്കല് ചേച്ചി എന്ന് പറഞ്ഞ്. പക്ഷെ ഞാൻ പറഞ്ഞ് ഒന്നുകൂടി ശ്രമിക്കാം. അങ്ങനെ അയാൾ ശ്രമിച്ച് ഒരു കുടികിടപ്പെന്ന് എടുത്തതാണ് ഞാനൊരു അപേക്ഷ കൊടുത്തിട്ടേക്കാന്ന് പറഞ്ഞ് പഞ്ചായത്ത് വില്ലേജിൽ. അങ്ങനെ കൊടുത്ത് ഭർത്താവ് അതുകൊണ്ടേ കൊടുത്ത്. പക്ഷേ പിറ്റേ ചൊവ്വാഴ്ച പറഞ്ഞ് അടുത്ത ചൊവ്വാഴ്ച ചേട്ടൻ വാന്നും പറഞ്ഞ് വിട്ട്.
എനിക്കപ്പോഴും ഒരു ഉറപ്പില്ല. കാരണം പല പ്രാവശ്യവും ഞങ്ങൾ നടന്നതാണ്, തിരിച്ചു വിടുന്നതാണ്. പറഞ്ഞതുപോലെ തന്നെ ആ ചൊവ്വാഴ്ച ഭർത്താവ് ചെന്നപ്പോൾ ഈ സാധനവും കൊടുത്തുവിട്ട് സംഭവം എല്ലാം ക്ലിയറായാണ് വന്നത്. ഞങ്ങൾക്ക് കരവടക്കാനും സാധിച്ചു. അതുവരെ ഞങ്ങൾക്ക് കരവടക്കാൻ പറ്റണില്ലായിരുന്നു. പിന്നെ 5 സെൻറ്റ് സ്ഥലം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു. കാരണം പള്ളിയുടെ അടുത്ത് എൻ്റെ ബന്ധുക്കൾക്കൊക്കെ എല്ലാവർക്കും, എൻ്റെ സഹോദരങ്ങളൊക്കെ, ചേച്ചിമാർക്കും എൻ്റെ ആങ്ങളമാർക്കൊക്കെ എല്ലാവർക്കും മെയിൻ റോഡിൻ്റെ സ്ഥലത്ത് തന്നെ വീടും സ്ഥലമൊക്കെ ഉണ്ട്. അവർ സുഖമായിട്ട് നല്ല സുഖത്തിൽ ജീവിക്കണം. ഞാൻ മാത്രം ഈ ഇങ്ങനെ ഒരു വഴിക്ക് പോലും ഇല്ലാത്തൊരു സ്ഥലത്ത്. അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിക്കും, മാതാവേ ഈ വഴി കിട്ടിയില്ലെങ്കിൽ 5 സെൻറ്റ് സ്ഥലം എവിടെയെങ്കിലും എൻ്റെ മക്കൾക്ക് ജീവിക്കാൻ ഒരു വണ്ടി കയറുന്ന സ്ഥലം തന്നെ ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഉടമ്പടിയിലും വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഉടമ്പടിയിലല്ല, പഴയ ഉടമ്പടിയിൽ. പക്ഷേ അതും എനിക്ക് എൻ്റെ അമ്മ മാതാവ് ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സാധിച്ചു തന്ന്. റോഡ് സൈഡിൽ തന്നെ, മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ 5 സെൻറ്റ് സ്ഥലം മേടിച്ചിടാനായിട്ട് 2.5 വർഷങ്ങൾക്ക് മുമ്പ് സാധിച്ചു. പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് പറഞ്ഞാൽ തീരെയല്ല. അതുകൂടാതെ ഈ മിനിഞ്ഞാവുന്ന നാൾ ഞാനും എൻ്റെ ഇളയ മോനും കൂടി നെടുമ്പാശ്ശേരിയിൽ ഞങ്ങൾ മൂത്ത മകനും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. ഒരു വെക്കേഷന് വന്നാണ്. അവരാക്കാനായിട്ട് പോയിട്ടും തിരിച്ച് വരണ വഴി വീടിന് 1 കിലോമീറ്റർ അകലമേ ഉള്ളു. ആ സ്ഥലമായ അത്രയപ്പോൾ മോനെന്താ കണ്ണു ഉറങ്ങിപ്പോയാൽ എന്ത് സംഭവിച്ചെന്നറിയില്ല. പെട്ടെന്ന് വണ്ടി ചെന്ന് പോസ്റ്റിലിടിച്ച് ഞാൻ പോസ്റ്റ് ഒടിഞ്ഞ് കാറുമൊക്കെ ആകെ ഡാമേജായി. പക്ഷേ മുകളിൽ നിന്ന് ഭയങ്കരമായിട്ട് തീ സ്പാർക്ക് ചെയ്ത് ഈ പോസ്റ്റിൻ്റെ എനിക്കും എൻ്റെ മോനും ഒരു ആപത്തും ഒരു പോറൽ പോലും ഒരു ഇങ്ങനെ പേടിച്ച് പോലും ഒന്നും അല്ല. മാതാവിൻ്റെ ഉടമ്പടി കാഴ്ച പോയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് വണ്ടിയിൽ കയറിപ്പോയത്. അങ്ങനെ ഒത്തിരി ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഈശോയിൽ നിന്ന് സാധിച്ചു തരുന്നുണ്ട്. കൂടെ നടക്കുന്നുണ്ട് അമ്മ മാതാവ്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഞാൻ കോടാനുകോടി അനുഗ്രഹങ്ങൾ നന്ദി പറയുകയാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ആത്മീയ പ്രവർത്തനങ്ങളൊക്കെ പത്രം പ്രേക്ഷിത വിലയിട്ട് പത്രം വാങ്ങിച്ച് എല്ലാ മാസവും കൊണ്ട് എല്ലായിടത്തും ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരത്തു നിന്നല്ല, ഹിന്ദുക്കളുടെ വീട്ടിലും പല കാണുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞിട്ട് കൊടുക്കും. ഇങ്ങനെ എന്നെ പോലെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കും. പിന്നെ ഇതായിട്ട് കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യണത്, പത്രം കൊടുക്കാൻ പോകുമ്പോൾ തന്നെ കുറച്ച് പൈസ എടുത്ത് കൊണ്ടുപോയി ആ രോഗികളായിട്ടുള്ള വീടുകളിൽ പോകും. ആ വീടുകളിൽ ചെന്ന് അവരെ കണ്ട് അവർക്ക് ഇത്തിരി പൈസയും ഒക്കെ കൊടുത്തിട്ടും പോരും. പിന്നെ എനിക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ എല്ലാം ഞാൻ അമ്മ മാതാവിനെ ഈശോനെയും ഓർത്ത് ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് വേണ്ടി എനിക്ക് കിട്ടുന്ന സഹനങ്ങളെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് വേണ്ടി കാഴ്ചവെക്കും. പിന്നെ എനിക്ക് ഭവനത്തിലാണെങ്കിലും ഞാൻ വളരെ ഇങ്ങനെ സഹനത്തോടു കൂടി സന്തോഷത്തോടു കൂടി എല്ലാ ജോലിയും അമ്മ മാതാവിനെ അനുകരിച്ചുണ്ട് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതൊക്കെ എല്ലാം അപ്പ കാണുന്ന ആവശ്യമായിട്ട് വരുന്ന ആർക്കാണ് പ്രാർത്ഥന വേണ്ടതെന്ന് വെച്ചാൽ ആ രോഗികൾക്കായിട്ട് അല്ലെങ്കിൽ ആവശ്യക്കാർക്കായിട്ട് ഞാൻ അത് കാഴ്ചവെക്കാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ആത്മീയ ജീവിതം പോണത്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. യെശയ്യായുടെ പുസ്തകം 38-ാം അധ്യായം 3-ാം തിരുവചനം. കർത്താവെ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ. റോസലി സെബാസ്റ്റ്യൻ എന്ന ഈ സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ വർഷങ്ങളോളം പഴക്കമുള്ള കാര്യങ്ങളാണ് വളരെ പെട്ടെന്ന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് സാധ്യമാക്കി കൊടുത്തത്. 30 വർഷത്തോളം ഇവർക്ക് വീടിന് വഴിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അവർ ഉടമ്പടി 2019 മുതൽ അവർ ശക്തമായി പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം അവരുടെ വീടിന് വളരെ വീതിയുള്ള ഒരു വഴി നൽകി അംഗീകാരത്തോടു കൂടി തന്നെ, പഞ്ചായത്തിൻ്റെ അംഗീകാരത്തോടു കൂടി തന്നെ അവർക്കൊരു നല്ല വഴി സാധ്യമാവുകയും ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പോക്കുവര പ്രമാണം, പള്ളിക്കടുത്തുള്ള ഒരു വീടിൻ്റെ ഉള്ള ഒരു ആഗ്രഹം, അങ്ങനെ അവർ ആഗ്രഹിച്ചതെല്ലാം പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് അവർക്ക് നൽകിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഊഴമാണ്. റോസലിക്ക് ഇനി തൻ്റെ തന്നെ സ്നേഹം വെളിപ്പെടുത്തേണ്ട ഒരു സമയമായി. കാരണം
താൻ ആഗ്രഹിച്ചതെല്ലാം ഈശോ നൽകിക്കഴിഞ്ഞു. മനുഷ്യനാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. പക്ഷെ അവസാനിക്കാത്ത മനുഷ്യൻ്റെ ആഗ്രഹം എപ്പോഴും നാം ഉടമ്പടി നിയോഗങ്ങളിൽ നാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന പലതുണ്ട്. ഈശോ ആഗ്രഹിക്കുന്നത് അവിടുന്ന് ദാഹിക്കുന്നുവെന്ന് പറയുന്നു, അവിടത്തേക്ക് വിശക്കുന്നുവെന്ന് പറയുന്നു. അവിടത്തേക്കുള്ള ആഗ്രഹങ്ങൾ നിലയ്ക്കാത്തത് കുരിശിൽ കിടന്നുകൊണ്ട് അവസാനമായി അവിടുന്ന് പറഞ്ഞത് എനിക്ക് ദാഹിക്കുന്നു എന്നാണ്. ആ ഒരൊറ്റ വാക്കിൽ തന്നെ അവിടത്തേക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. റോസ്ലി പറഞ്ഞതുപോലെ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി എല്ലാവരെയും നിത്യതയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രാർത്ഥന നിരന്തരമായി ഈ സഹോദരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്രിസ്തു കൈമാറ്റം നടത്തുമ്പോഴും ഈശോ എന്നിൽ രൂപപ്പെടണമേ എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടെയാണ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്തതു മുതൽ അത് ഇടമുറിയാതെ ഈശോയോടുള്ള സ്നേഹവും പരിശുദ്ധ അമ്മയോടുള്ള വിശ്വസ്തതയും ഇവിടെ എപ്പോഴും വന്ന് പുതുക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയോടും ഈശോയോടുള്ള സ്നേഹം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം ഓരോ തവണ പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നാം പറയുന്നത് തന്നെയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക. മറ്റുള്ളവരോട് പറയുമ്പോൾ കുടുംബത്തിൽ ഓരോരുത്തർക്കും നാം പത്രം കൊടുത്തുകൊണ്ട് എന്നെപ്പോലെ നിങ്ങളും, ഈശോ പറയുന്നത് എന്നെപ്പോലെ നിങ്ങളും സ്നേഹിക്കുക. സ്നേഹം എന്ന ഒരു വലിയ കൽപ്പനയാണ് ഈശോ നൽകിയിരിക്കുന്നത്. തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ള വലിയ കൽപ്പന നാം പാലിക്കുമ്പോഴാണ് ഈശോയുള്ള സ്നേഹം നാം ഊട്ടിയുറപ്പിക്കുന്നതും ഈശോയെ കൂടുതൽ ആഴമായി സ്നേഹിക്കുവാൻ മറ്റുള്ളവർക്കൊരു പ്രേരണയായി മാറുന്നതും ഉടമ്പടി അതിന് നമ്മെ സഹായിക്കുകയും ചെയ്യുന്നത്. റോസലിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മുടെ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല കയ്യടി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നൽകിക്കൊണ്ട് ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.